ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഉഴുന്ന് അരി, 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ഉഴുന്ന് എന്ന നിരക്കിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഉലുവയും കൂടെ ഉഴുന്നക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ട് തന്നെ അതിൽ എന്തോ കുറച്ച് മൈദ കൊണ്ടുണ്ടാക്കിയ അരിയോ എന്തൊക്കെ കാണാം. അതുകൊണ്ട് അത് കുതിർന്ന് കിട്ടുന്ന സമയത്ത് അത് കഴുകുമ്പോൾ അത് വെള്ളത്തിൽ പൊങ്ങിപ്പാറി പോവും കുതിർന്ന് കഴിഞ്ഞാൽ. അതങ്ങനെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉഴുന്നും ഉലുവയും വേറെയും അരി വേറെയും ഇട്ടത്. ഉഴുന്നും അരിയും ആ കൂട്ടത്തിൽ തന്നെ ഇട്ടാൽ ഉഴുന്നും അരിയും അരിയേക്കാൾ പൊങ്ങി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉഴുന്നും അരിയും പോകാൻ സാധ്യതയുണ്ടാവും നല്ലോണം കുതിർന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വേറെ ഇട്ടിട്ടുണ്ട്. ഇനി 5-6 മണിക്കൂർ കുതിർത്ത് അതിന് ശേഷം എടുക്കുമ്പോൾ കുതിർന്ന അരി പോകുന്നത് കാണിക്കാം. വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണിത്. ഇത് കണ്ടോ, ആ വറ്റ് പോലെ കാണാതൊക്കെ ആ മൈദ എന്തോ വിറ്റാമിനാണെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ അരിയിലിടുന്ന സാധനമാണ്. അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിവിടെ പാചകത്തിന് തയ്യാറാക്കൽ. ഇത് കളഞ്ഞു കൊണ്ടുവരാം. നമുക്ക് ഈ അരി അതിൽ ഇതൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുറച്ചാളുള്ളൂ ഇപ്പോൾ ഇവിടെ. മരുമോള് വിരുന്നും പോയി. ഉഴുന്നും ഉലുവയും കൂടെ വെള്ളത്തിലിട്ടതാണിത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈകി വെള്ളത്തിലിട്ട ഉഴുന്നും ഉലുവയാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ കുറച്ച് ചോറ്, ഒരു ചെറിയ കൈ, പിന്നെ അല്പം തേങ്ങ ചിരകിയത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു നുള്ള് അപ്പസോഡ ഇതോട്ട് ഇനി അരച്ചെടുക്കാം. അരച്ചു കൊണ്ടുവരാം. അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലുണ്ട്, നല്ല തിക്നെസ് ഉണ്ട് കണ്ടോ. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെച്ച് 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അത് അപ്പം ചൂടാനെടുക്കുള്ളൂ. ഇനിയപ്പോൾ കാണാം. ഞാൻ ഇന്നലെ വൈകുന്നേരം ആട്ടി വെച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ വെച്ചതായിരുന്നു. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാം. ഫുള്ള് ഇങ്ങനെ എടുക്കട്ടെ, തുടച്ചെടുക്കട്ടെ. ഇതായിപ്പം എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു പാകത്തിന് ഞങ്ങൾ കുറച്ച് വേഗം കൊണ്ട് തന്നെ കുറച്ച് ദോശമാവുകൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഞങ്ങൾക്ക് ധാരാളമായിരിക്കും. ഇനി നമുക്ക് ദോശ ചട്ടി ചൂടാക്കി ചുട്ടെടുക്കാം. ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുത്ത്. ഇങ്ങനെ ഉലുവയും ഉഴുന്നും കൂടെ ഇട്ട് ഉണ്ടാക്കുന്ന ദോശ എന്നാൽ ഷുഗർ കൂടുന്നില്ല. ഉലുവ എല്ലാത്തിനും നല്ലൊരു മരുന്നും കൂടിയാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നവരൊന്നും ഉലുവ ഇടൂല, ഉഴുന്ന് മാത്രമേ ഇടുള്ളൂ. ഇത് നല്ല ഹെൽത്തി ആയ ദോശയായിരിക്കും. തേങ്ങയുണ്ട്, ഉലുവയുണ്ട്, ഉഴുന്നുണ്ട്, പച്ചരി മാവുണ്ട്, അല്പം ചോറും. നല്ല ഹെൽത്തി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. 2-3 അപ്പം ചുട്ടെടുത്ത് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടോ. നല്ല കപ്പമായി എന്നിട്ടുണ്ട്. നല്ല കപ്പം ഇങ്ങനെ നല്ല പായിട്ട് കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് എണ്ണ വരട്ടാതെ ചുടുന്നത്. എണ്ണ പരത്തി ചുടുന്ന ചട്ടിയിലാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ആയിരിക്കും. വൻപയർ ഇതിലേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൻപയർ ഞാൻ ഇങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിന്ന് അപ്പത്തേക്ക് കറി ഉണ്ടാക്കുന്നത്. അതാ നമുക്ക് ഇതിന് ഈ വൻപയറിലേക്ക് ആവശ്യമായ ഉപ്പിലേക്ക് അത് വേവാൻ ഉള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. സ്റ്റവ് അടച്ചെടുത്ത് വേവിച്ചെടുക്കാം. നന്നായി 2-3-4 വിസിലടിച്ച് നന്നായിട്ട് വേവട്ടെ. ഉണ്ട് ഇപ്പോൾ ഇത് നന്നായി വിസിലടിച്ച് ഇതാക്കിയിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ച് കൊടുക്കാം.
അപ്പം ഇത് വഴറ്റിയപ്പം ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടിയാണ്. വഴറ്റിയത് ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ആണ്. അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ കമ്മിയുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞതാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എന്ത് വരട്ടെ, അത് നന്നായി ആ പച്ചമണം, മസാലിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പം അതാ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കറിവേപ്പും കൂടി ഇട്ട് ഇതാ നല്ല ടേസ്റ്റിയായ ചെറിയുള്ളിയൊക്കെ ഇട്ട് ടേസ്റ്റി വൻപയർ. അപ്പം അതാ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വൻപയറും കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. എന്താ ടേസ്റ്റ് അറിയാം. നല്ല ടേസ്റ്റില്ല വൻപയർ കറി ഇന്ന് റെഡി ആയിട്ടുണ്ട്.